അനിയുടെയും അനാമികയുടെയും വിവാഹ ദിവസത്തിന് തലേ ദിവസം നയന ഇങ്ങനെ ആ പന്തലിൽ നിൽക്കാണ്. ഇതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്കൊരു വണ്ടിയിൽ രണ്ടുപേര് വരുന്നുണ്ട്. ഒരാൾ മറ്റാളോട് പറയുന്നുണ്ട്, കണ്ടില്ലേടാ എന്ത് വലിയ ആഘോഷമാണ്, ആനന്ദപുരി തറവാടല്ലേ ഇങ്ങ് കൈയടക്കിയിരിക്കുന്നത്, അവൻ ബുദ്ധിയുള്ളവനാ, അവൻ ചെറിയ ബിസിനസ് ഒക്കെ നടത്തിയിട്ട് എല്ലാവരും കബളിപ്പിച്ച് നടക്കുക, എന്നിട്ട് അവന്റെ മോളെ അവൻ കല്യാണം കഴിപ്പിക്കാൻ പോകുന്നത് കണ്ടില്ലേ ആനന്ദപുരി തറവാട്ടിലോട്ട്. കോടീശ്വരൻ എന്ന് പറഞ്ഞാല് ഈ നാട്ടിൽ ഇത്രയ്ക്കും കോടീശ്വരായ ആൾക്കാർ വേറെ ഉണ്ടോ, അതവൻ അറിയാം, അവൻ മനഃപൂർവ്വം തന്നെ ഇവിടേക്ക് കിട്ടിച്ചയക്കാണെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കൊരാളുടെ ക്യാഷ് ചോദിക്കുമ്പം അവൻ ഫോൺ എടുക്കത്തും ഇല്ല, അവൻ നമ്മളെ കണ്ടതുപോലും നടിക്കത്തില്ല, എന്നിട്ട് അവന് ഇത്രയ്ക്ക് ആർഭാടമായിട്ട് കല്യാണം നടത്താം, ഇന്ന് തന്നെ അവനെ പോയി കണ്ട് നമുക്ക് പൈസ തിരിച്ചു മേടിക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും അകത്തേക്ക് കയറുകയാണ്. ഈ പറയുന്നത് അനാമികയുടെ അച്ഛനെ കുറിച്ചാണ് കേട്ടോ. അനാമികയുടെ അച്ഛൻ ഒരു ബിസിനസ്സുകാരനാണ്. അപ്പം അയാൾക്ക് ഒരുപാട് കടങ്ങളുണ്ട് കേട്ടോ. അപ്പം ഇവരെ നിനക്ക് കാശ് മേടിച്ച് ഇങ്ങനെ ഒരു ബിസിനസ് ഒക്കെ നടത്തിയിട്ട് അത് പൊളിഞ്ഞു നിൽക്കുകയാണ്. അപ്പം ഇവരൊക്കെ വിളിക്കുമ്പോൾ അയാൾ ഫോൺ എടുക്കത്തില്ല. അതുപോലെ തന്നെ ഇവരെയൊക്കെ കാണാതെ മുങ്ങി നടക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു കല്യാണ വിവരം അറിഞ്ഞുകൊണ്ടാണ് ഇവർ ഈ പന്തലിലേക്ക് വരുന്നത്. അങ്ങനെ ഇവർ വരുന്നത് കാണുമ്പോഴേക്കും ആ സ്റ്റേജിൽ നിൽക്കുന്ന അനാമികയുടെ അച്ഛൻ ആകെ വേർത്ത് കുളിക്കുന്നുണ്ട് ഇവരെ കണ്ടപാടെ. അങ്ങനെ അനാമികയുടെ അച്ഛൻ അവിടുത്തെ ചടങ്ങുകളൊക്കെ പൂർത്തിയാകുമ്പോഴേക്കും ഇങ്ങോട്ടേക്ക് ഇവരുടെ അടുത്തേക്ക് വാതിലിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നയന എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ ഈ ആളുകളുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും അവർ ചോദിക്കുകയാണ്, അല്ല നീ എന്ത് പണിയാടോ കാണിക്കുന്നത്, നിനക്ക് നാണാവില്ലേ, ഇത്രയും വലിയ ബിസിനസ് നടത്തി പൊളിഞ്ഞിട്ട് എത്ര കോടി രൂപ നീ ഞങ്ങൾക്ക് തരാനുള്ളത്, ഞങ്ങൾക്ക് മാത്രമോ എത്ര പേർക്ക് കൊടുക്കാനുണ്ട്, എന്നിട്ട് എല്ലാം മറച്ചു വെച്ച് നീ പെണ്ണിന്റെ വിവാഹം നടത്താൻ പോവാ അല്ലേ, അത് മാത്രമല്ല എനിക്ക് തരാനുള്ള ക്യാഷ് വെച്ച് ഞാൻ വിളിക്കുമ്പോൾ താൻ ഫോൺ എടുക്കത്തില്ല, അല്ലെങ്കിൽ താൻ വീട്ടിലെ വന്ന് അന്വേഷിച്ചാല് താൻ വീട്ടിലും കാണില്ല, അങ്ങനെ ഞങ്ങളെ പറ്റിച്ച് മകളുടെ കല്യാണം നടത്താന്ന് താൻ ഒരിക്കലും വിചാരിക്കണ്ട, അത് നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ നയന അവിടെ ഒന്നുണ്ട് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയന ഇത് കണ്ടിട്ട് നയനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ള കാര്യം. അങ്ങനെ ആദർശിന്റെ അടുത്തേക്ക് പോയിട്ട് പറയാണ്, ആദർശേട്ടാ അവിടെ അനാമികയുടെ അച്ഛനും വേറെ 2 പേരുമായിട്ട് എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്, അവര് അയാളുടെ കഴുത്തിനൊക്കെ കുത്തിപ്പിടിക്കുന്നത് കണ്ടു, അപ്പൊ എന്തോ ഒരു വിഷയം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, ആദർശേട്ടന് അങ്ങോട്ടേക്കൊന്ന് വരാവോ എന്ന് ചോദിക്കാണ്. ആദർശ് വാ എന്ന് പറഞ്ഞിട്ട് നയനയും കൂട്ടി അങ്ങോട്ടേക്ക് പോവാണ്. അങ്ങനെ ആദർശും നയനയും അങ്ങോട്ടേക്ക് ഓടി വരുമ്പോ കാണുന്ന കാഴ്ച, വന്ന 2 പേര് അനാമികയുടെ അച്ഛന്റെ ഷർട്ടിന് ഇങ്ങനെ കോളറിന് കുത്തിപ്പിടിച്ചിരിക്കുകയാണ്. എന്നിട്ട് അടിക്കാൻ വേണ്ടിട്ട് കൈ ഓങ്ങുന്നുണ്ട്. അങ്ങോട്ടേക്ക് പെട്ടെന്ന് ആദർശം എന്നിട്ട് ചോദിക്കുകയാണ്, എന്താ ഇവിടെ ഒരു പ്രശ്നം, എന്താ ബഹളം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് വന്ന 2 പേരും പറയാണ്, ഇയാളുണ്ടല്ലോ ഈ കല്യാണ പെണ്ണിന്റെ അച്ഛൻ, അയാള് കുറെ ക്യാഷ് മേടിച്ചിട്ട് ഞങ്ങളെ പറ്റിച്ച് നടക്കാം, ഈ കല്യാണം ഞങ്ങൾ നടത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവർ വിഷയം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് ചോദിക്കുകയാണ്, എത്ര രൂപയാണ് നിങ്ങൾക്ക് തരാനുള്ളതെന്ന് പറയുമ്പോൾ ഇയാള് ബിസിനസ് നടത്തിയ സമയത്ത് പൊട്ടിപ്പൊളിഞ്ഞപ്പോൾ ഞങ്ങളോട് ക്യാഷ് മേടിച്ചത്, എന്നിട്ട് അതിപ്പോൾ ഞങ്ങൾക്ക് തരാനുണ്ടെന്ന് പറയുമ്പോൾ എത്ര രൂപയാണെന്ന് ചോദിക്കുന്നുണ്ട്. 2 കോടി രൂപ ഞങ്ങൾക്ക് തരാനുണ്ടെന്ന് അയാൾ പറയുന്നുണ്ട്. ഞാൻ ആരെന്നറിയാമല്ലോ, അനന്തമൂർത്തിയുടെ കൊച്ചുമകന്, അതുപോലെ തന്നെ മൂർത്തീസ് ജ്വല്ലറിയുടെ MD ആണ്. നാളെ എൻ്റെ ഓഫീസിലേക്ക് വന്നാൽ മതി, ചെക്ക് റെഡി ആയിട്ടിരിക്കും, അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ തന്നെ ഇവിടുന്ന് പോയിക്കോണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ഒരു വിശേഷം നടക്കാൻ പോവാണ്, അതുകൊണ്ട് ഒരു ബഹളവും ഒച്ചപ്പാടൊന്നും ഇവിടെ പാടില്ല, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയിക്കോണമെന്ന് അവരോട് പറയുന്നുണ്ട്. ക്യാഷ് കിട്ടിയാ പിന്നെ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ലാന്ന് പറഞ്ഞിട്ട് അവർ 2 പേരും അവിടുന്ന് പോവാണ്. ഈ സമയത്ത് അനാമികയുടെ അച്ഛൻ പറയുന്നുണ്ട്, ഒരുപാട് നന്ദിയുണ്ട് മോനെ, എത്രയും പെട്ടെന്ന് ഞാനത് തിരികെ നൽകിക്കോളാം എന്ന് പറയുമ്പം ശരി, ഈ വിവരമൊന്നും ഇവിടെ ആരും അറിയണ്ട എന്ന് പറയുന്നുണ്ട്. നയന വന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഇതൊന്നും അറിയില്ലായിരുന്നു, എല്ലാവരുടെ മുമ്പിൽ ഇപ്പം ഇത് വലിയൊരു ഇഷ്യൂ ആയനെന്നും ആദർശ് പറയുന്നുണ്ട്. അങ്ങനെയാണ് നയന കാരണം അയാള് അവിടുന്ന് രക്ഷപ്പെടുന്നത്. അപ്പൊ ഈ ഒരു സംഭവമാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ടാണ് ഈ ഒരു വീഡിയോ വന്നിട്ടുള്ളത്. അപ്പൊ ഇതുപോലെ വരാനിരിക്കുന്ന സ്റ്റോറീസ് ഒക്കെ നമ്മുടെ ചാനൽ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നതാണ്. മിസ്സാവാതിരിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.